ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് മൈ ചാനൽ. അപ്പോൾ അത് വീണ്ടും ഒരു നിക്കാഹിൻ്റെ വീഡിയോ ഇട്ടായിട്ടാണ് ഞാൻ വരുന്നത്. അപ്പോൾ നമ്മൾ കോട്ടയത്തേക്ക് പോയ വീഡിയോ ഒക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ശരിക്കും കാണാത്തവരൊക്കെ കാണാം. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാം. അപ്പോൾ അത് അടുത്തതായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ വേറൊരു നിക്കാഹായിട്ട് ഞങ്ങളുടെ വീട്ടിൽ മൂത്താപ്പാടെ മോന് അപ്പോൾ സെക്കൻഡ് മാരേജ് ആണ് കേട്ടോ. അപ്പോൾ എന്നാലും ഫസ്റ്റ് ആയി സെക്കൻഡ് ആയി നമ്മൾ എന്താ പറയുക അടിച്ച് പൊളിച്ച് കുറച്ച് പേരുള്ളൂ കേട്ടോ. അപ്പോൾ ഒരു നിക്കാഹ് ഞങ്ങൾ ഈ വീട്ടിൽ ഉള്ളൊരു കുറച്ച് പേര് തന്നെ ഉള്ളൂ. എല്ലാവരും ഒന്നും വിളിച്ചിട്ടും എല്ലാവരും കൂടുതലൊന്നുമില്ല. അപ്പോൾ തലേ ദിവസം പരിപാടിയൊന്നും ഇല്ലെങ്കിലും നമ്മൾ വീട്ടിലുള്ളവർ വെറുതെ ഒന്ന് കൂടി എല്ലാവരും ഇങ്ങനെ എന്താ പറയുക അടിച്ച് പൊളിച്ച് പാട്ടൊക്കെ വെച്ച് ഒരു അടിപൊളിയായിട്ട് ആഘോഷിക്കുകയാണ് കേട്ടോ. ഫസ്റ്റ് ഡേ സെക്കൻഡ് ഡേ നമുക്കതൊരു സന്തോഷമാണല്ലോ അല്ലേ. അപ്പോൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് അങ്ങനെ അത് കഴിഞ്ഞിട്ട് എല്ലാവരും ഒന്ന് എൻജോയ് ചെയ്യട്ടെ. പിള്ളേഴ്സും ഒക്കെ ഉണ്ടല്ലോ, എല്ലാവരും ഇപ്പോൾ ഗൾഫിൽ നിന്ന് വന്നേക്കാണ്. അപ്പോൾ ഒരേ മാസത്തെ ലീവിലൊക്കെ വന്നവരാട്ടെ എല്ലാവരും. അത് കഴിഞ്ഞ് തിരിച്ചു പോകും. അപ്പോൾ ഉള്ള സമയം എല്ലാവരെയൊക്കെ ഒന്ന് എന്താ പറയുക സന്തോഷിച്ച് എല്ലാവരും ഒരുമിച്ച് കൂടി അങ്ങനെയൊക്കെ ഒന്ന് ആഘോഷിക്കാൻ ചോദിച്ചു. പിള്ളേരെല്ലാവരും നല്ല ഹാപ്പി ആയിട്ടാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. ഇനി ഞങ്ങൾ പിറ്റേ ദിവസം എന്താ വണ്ടിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും അതൊരു ബസ്സിലാണ് പോകുന്നത്. എല്ലാവരും ഒരുമിച്ച് ഇതിൽ തന്നെ ആയിട്ട് പോകുന്നത്. അപ്പോൾ കോഴിക്കോട് നിന്നാണ് പെണ്ണിൻ്റെ വീട് കേട്ടോ. പിള്ളേഴ്സൊക്കെ നല്ല ട്രിപ്പ് ഓടുന്ന ഒരു വൈബിലായിട്ട് ഇരിക്കുന്നത്. കാരണം അവർക്കതൊരു സന്തോഷമാണല്ലോ. എല്ലാവരും ഒരുമിച്ച് ഇങ്ങനെയൊന്നും എപ്പോഴൊന്നും ഉണ്ടാവാറൊന്നുമില്ല. അപ്പോൾ എല്ലാവരും ഇതാ ഒരുമിച്ച് ബസ്സിൽ പാട്ടൊക്കെ വെച്ച് അവർ നല്ലൊരു അടിപൊളിയായിട്ട് അങ്ങനെ ഞങ്ങൾ 8:15 രാവിലെ ഇവിടുന്ന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ വേഗം എത്തി. ആണുങ്ങളെല്ലാവരും പള്ളിയിൽ പെണ്ണിൻ്റെ വീടിൻ്റെ അപ്പുറത്ത് തന്നെയാണ് പള്ളി തൊട്ടടുത്ത്. അപ്പോൾ ആണുങ്ങളെല്ലാം നിക്കാഹിന് പള്ളിയിൽ കയറി, പെണ്ണുങ്ങളെല്ലാം ഇങ്ങോട്ട് പോകുന്നു. അപ്പോൾ ആ വീട്ടിൽ വേഗം എല്ലാവരും ഫുഡ് കഴിക്കാതിരിക്കുകയാണെന്ന് വെച്ചാൽ പെണ്ണുങ്ങളുടെ കഴിഞ്ഞാൽ പള്ളിയിൽ നിന്ന് വന്നാൽ അവർക്കും കഴിക്കാമല്ലോ എന്നുള്ളതിൽ വേഗം എല്ലാവരും ഫുഡ് കഴിക്കുക. ഫുഡ് എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളിയായിരുന്നു ഫുഡൊക്കെ. ചിക്കനും മട്ടനും ബീഫും എന്താ പറയുക ഫിഷും എല്ലാം അടിപൊളി ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ഡെസേർട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുഞ്ഞി പാക്കറ്റ് ഉണ്ട് അലുവയായിരുന്നു കേട്ടോ. പിന്നെ അതാ ഫ്രൂട്ട്സും ഡെസേർട്ടുകളും. അപ്പോൾ അതൊക്കെ കഴിച്ചു. എന്താ പറയുക അടിച്ച് പൊളിച്ച് ഞങ്ങളെല്ലാവരും ഫുഡൊക്കെ കഴിച്ചു. ഞങ്ങളുടെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും പള്ളിയിൽ നിന്ന് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പള്ളിക്കാർ എല്ലാവരും വന്ന് ആണുങ്ങളെല്ലാവരും ഫുഡൊക്കെ കഴിക്കാതിരുന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഫുഡ് അടി കഴിഞ്ഞിട്ട് ഇതാ ഫോട്ടോ എടുക്കാനായിട്ട് ആ പെണ്ണിട്ടിരുന്ന ഡ്രസ്സൊന്നും മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം അവരുടെ ഡ്രസ്സിലൊരു ഫോട്ടോസൊക്കെ എടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് കൊണ്ടുപോയി ഡ്രസ്സ് ഇടിക്കാം അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാവരും ഫോട്ടോ സെക്ഷനിലാണ് കേട്ടോ. എല്ലാവരും കൂടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് ഫോട്ടോഗ്രാഫർമാരൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ തന്നെ എല്ലാവരും ഓരോരുത്തർ ഫോണിലൊക്കെ ആയിട്ട് ഫോട്ടോ എടുത്തത്. എന്തായാലും നമുക്കതൊരു സന്തോഷമാണല്ലോ എല്ലാവരും ഇങ്ങനെ കൂടുമ്പോൾ. അപ്പോൾ പിള്ളേഴ്സൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കും. ഞങ്ങൾ തന്നെ ആയിരുന്നു കേട്ടോ അവിടെ ഹാളിലൊക്കെ നിറച്ച് ഞങ്ങൾ പോയവർ തന്നെ ഉണ്ടായിരുന്നു. പെൺപടകളായിട്ടാണ് കൂടുതൽ. മാഷാ അല്ലാ പെൺകുട്ടികളാണ് കൂടുതലുള്ളത്. ചെറിയ ചെറിയ മക്കൾ അവരെ കാണുമ്പോൾ ഒരു സന്തോഷമാണല്ലോ അല്ലേ നമുക്ക്. അത് കഴിഞ്ഞിട്ട് താലി അപ്പോൾ ഷെറിന് മൂത്താപ്പടെ രണ്ടാമത്തെ മരുമകളുണ്ട് കേട്ടോ. അപ്പോൾ അവളിങ്ങനെ താലിക്ക് പിടിച്ച് കാണിച്ചു തന്നെയാണ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് കേട്ടോ പെണ്ണ് ചെക്കുന്നത്. മൂത്താപ്പടെ മൂത്ത മോനും ആണ് കേട്ടോ. മൂത്ത മോൻ്റെ അപ്പോൾ അതൊക്കെ കെട്ടാൻ പോകുന്ന പെണ്ണാണിത്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഫോണൊക്കെ പിടിച്ച് നിൽക്കുകയാണ് എല്ലാവരും വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ താലിയായിട്ട് മെഹറായിട്ട് താലി ഇടുന്നുണ്ട്. അപ്പോൾ താലിയിടലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. മാഷാ അല്ലാ ഒക്കെ എല്ലാം നല്ല അടിപൊളിയായിട്ട് കുഴപ്പമൊന്നുമില്ല. ഇത് നൈനാർ നാട്ടം മൂത്താപ്പട മോൻ്റെ പേര്. അപ്പോൾ മൂത്ത മോനാണ് ആ മടിയിലിരുന്നത്. ഇത് നമ്മുടെ സഹറാൻ ബേബിയാണ് കേട്ടോ, കുഞ്ഞിപ്പാട മോൻ്റെ കുട്ടി. അപ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നു. കുഞ്ഞിപ്പാട മോൻ വന്നിട്ടുണ്ടായിരുന്നു, മൂത്താപ്പാട 2 മക്കളും, പിന്നെ വേറെ കുഞ്ഞിപ്പാട മോൻ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വേഗം അവിടെ നിന്ന് പോന്നു കേട്ടോ. തിരിച്ച് വീട്ടിലേക്ക് വേഗം പോന്നിട്ടുണ്ടായിരുന്നു. ഇക്കന്ന് അവിടെ നിന്നു കേട്ടോ. അപ്പോൾ ഇത് കണ്ടു അങ്ങനെ വരുന്ന വഴിക്ക് കോഴിക്കോട് ഉണ്ടായിരുന്ന വെള്ളപ്പൊക്കത്തിൻ്റെ ഓരോ ഭാഗങ്ങളാണ്. അധികമൊന്നും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അത് കഴിഞ്ഞ് ഇതാ തിരിച്ചു പോകും. പിന്നെ നമ്മൾക്ക് മെയിനായിട്ട് എന്താ പറയുക, ഞാൻ വയ്യാതിരിക്കുന്നതാണ്, ഞാൻ എന്നെ കാടെടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇവരെല്ലാവരും അടിച്ച് പൊളിച്ച് ഡാൻസൊക്കെ കളിച്ച് എന്താ പറയുക ചെറിയ അൻസാരി. അപ്പോൾ അത് മൂത്താപ്പാടെ രണ്ടാമത്തെ മോനും ഭാര്യയാണ് കേട്ടോ. അവരാണ് ഇതിലെ മെയിൻ ആൾക്കാർ. അവരാണ് എല്ലാവരും പിടിച്ചടിപ്പിച്ച് കളിപ്പിക്കുന്നതും. പിള്ളേരൊക്കെ അവരുണ്ടെങ്കിൽ പിന്നെ പിള്ളേർ തന്നെയാണ് ഈ കളിയൊക്കെ നടക്കും കേട്ടോ. എന്താ പറയുക സന്തോഷമാണ്. അടിപൊളിയായിട്ടാണ് എല്ലാവരും തിരിച്ചു വന്നത്. എല്ലാവരും മാഷാ അല്ലാ എല്ലാവർക്കും നല്ല സന്തോഷമായിരുന്നു. പിന്നെന്താ പറയുക. അപ്പോൾ ഇത്രയൊക്കെയുള്ള വീഡിയോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.